ഞാൻ അവസാനത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുകയാണ്. അതായത് മലപ്പുറം ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ ശ്വാസം മുട്ടുന്ന സ്ഥലമാണ് എന്ന് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞതിന് ശേഷം നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് UDF വിജയിക്കാൻ എല്ലായിടത്തും എന്ന് വെച്ചാൽ അത്തരം വിദ്വേഷ പ്രചാരണ സാധ്യതകളെ കംപ്ലീറ്റായും നിരാകരിക്കുന്നു മലപ്പുറത്തെ എല്ലാ കൈൻഡ് ഓഫ് ആൾക്കാരും, എല്ലാ മതവിഭാഗങ്ങളും എന്ന് പ്രൂവ് ചെയ്ത ഇലക്ഷനാണോ? വെള്ളാപ്പള്ളി നടേശന്റെ ഒരു കൈൻഡ് ഓഫ് സ്ട്രാറ്റജിയെ മലപ്പുറം സമ്പൂർണ്ണമായും തള്ളി എന്നാണ് ലീഗ് മനസ്സിലാക്കുന്നത്. മലപ്പുറത്തിന് എന്നല്ല, മലബാറിന് തന്നെ അങ്ങനെ ഒരു വർഗീയ പശ്ചാത്തലം ഇല്ല. അതാണ് വസ്തുത. അത് ഇത് വർത്തമാനം പറയുന്നവർക്ക് ഇത് മനസ്സിലാവാത്തതുകൊണ്ടാണ്. പാണക്കാട് PMSA പൂക്കോ തങ്ങളുടെ കോലായിൽ ഉള്ളത് വിവിധ ജാതി മതസ്ഥരാണ്. അവിടെ ചായ വാർന്നു കൊടുക്കുന്നവരും അതുപോലെ തന്നെ അവിടെ കണക്കെഴുതുന്നവരും അവിടെ ഇരിക്കുന്നവരും. അവിടെ ഒരു ജാതീയമായ സ്വകാര്യത ഇല്ല. തങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്നത് ഇപ്പം നയന്മാരും അതുപോലെ തന്നെ വിവിധ ജാതി മതസ്ഥപ്പെട്ടവരും വിവരമുള്ളവരും അങ്ങനെയുള്ള ആളുകളൊക്കെ എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു. അതുപോലെ തന്നെ മമ്പുറം തങ്ങൾ കൊന്നുകാർ പറയാറില്ലേ, അങ്ങനെ സാമൂതിരി കുഞ്ഞാലിമരക്കാർ പറയാറില്ലേ. എല്ലാ കാലത്തും മലബാറിൻ്റെ ചരിത്രം അതാണ്. ഇവിടെ വിവിധ മത പ്രചരണം നടന്നതുപോലും വളരെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ വേണ്ടിയവർ സ്വീകരിച്ചു. ഈയുടെ അങ്ങനെ ഒരു പശ്ചാത്തലം തന്നെ ഇല്ല. ഈ വർഗീയ പശ്ചാത്തലം ഉള്ളവരാണ് ഈ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കിത് തിരിയുന്നേ ഇല്ല. വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ പൊതുവെ ഇപ്പൊ UDF ലീഡേഴ്സിനോട് കുറെ പേരോട് ഞാൻ സംസാരിച്ചു ഈ ദിവസങ്ങളിൽ, നമ്മുടെ TV അഭിമുഖത്തിന്റെ ഭാഗമായി തന്നെ. വെള്ളാപ്പള്ളി നടേശനെ ഒരു പരിധിയിൽ കവിഞ്ഞ് വിമർശിക്കുക, തള്ളിക്കളയുക എന്നതിന് UDFന് ഇപ്പോഴും പരിമിതിയുണ്ടോ? വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിന്റെ ആകമാനം പ്രതിനിധി, ആകമാനം അതിന്റെ ഉള്ളു പേർന്ന ഒരാൾ എന്ന മട്ടിൽ കാണുന്നുണ്ടോ? അതോ വെള്ളാപ്പള്ളിയെ അദ്ദേഹത്തിന്റെ കുടുംബ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രാഷ്ട്രീയം പറയാണ്, അപ്പൊ അദ്ദേഹത്തെ അടർത്തി മാറ്റി കാണേണ്ടതുണ്ട് എന്നൊന്നില്ല UDFനില്ല? ഇപ്പോഴും UDFന് ഒരു ഭയപ്പാടുണ്ടോ അതിനകത്ത് ഒരു ആഞ്ഞാക്രമിക്കാൻ? ഭയപ്പാടുമില്ല. നമ്മൾ മാന്യമായിട്ട് സംസാരിക്കുക. നമ്മൾ മാന്യമായിട്ട് സംസാരിക്കുമ്പോൾ അത് ഭയപ്പാട് കൊണ്ടോ അല്ലെങ്കിൽ അവർ വർത്തമാനം പറഞ്ഞാൽ അത് വർഗീയമായിട്ട് യേശും എന്നോ വിചാരിച്ചിട്ടല്ല. കേരളത്തിൽ യേശേ ഇല്ല. ഞാൻ ഉറപ്പിച്ച് പറയാം, പച്ച വർഗീയത പറയുന്നവരെ കേരളത്തിന് വെറുപ്പാണ്. അതുകൊണ്ട് പേടിയും പേടിക്കണ്ട. വർഗീയതയും പറഞ്ഞ് ഒരാൾ കേരളത്തിൽ വോട്ട് പിടിക്കാൻ ഇറങ്ങി അവനെ ജനം മൂലക്ക്. ഇപ്പം ഇതിന് ശേഷവും സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചാണ്. ഇതിന് ശേഷവും സർക്കാർ ഇപ്പോൾ ഈ പാട്ട് എഴുതിയിട്ടുള്ള GP കുഞ്ഞബ്ദുള്ളയോ കേസെടുക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. വർഗീയത ഉണ്ടാക്കാൻ പാട്ടിലൂടെ ശ്രമിച്ചു എന്നാണ്. അപ്പോൾ എന്താണോ ഇതുവരെ കൊണ്ടുവന്നിരുന്ന ഒരു പൊളിറ്റിക്കൽ ഇലക്ഷൻ സ്ട്രാറ്റജി അതിൽ തുടരുകയാണ് സർക്കാർ. എന്ന് വെച്ചാൽ സർക്കാരിന് പിന്നെയും എനിക്ക് തോന്നുന്നു അസംബ്ലിയിൽ കോൺഫിഡൻസ് ഉണ്ടെന്ന്. ഇപ്പോൾ ഉണ്ടായതിനപ്പുറത്തേക്കുള്ള ഒരു സംഗതി, ഇപ്പോൾ ലീഗ് ഭയങ്കരമായിട്ടുള്ള നമ്പർ ഉണ്ടാക്കുന്നു, ലീഗുകാരായിട്ടുള്ള ആളുകൾ അയ്യപ്പൻ്റെ വിഷയത്തിലെടുത്ത് പാട്ടെഴുതുന്നു. ഇതൊക്കെ ചിലപ്പോൾ വർക്ക് ചെയ്തേക്കാൻ വീണ്ടും മാറി എന്ന് സർക്കാരിന് ഒരു കോൺഫിഡൻസ് ഉള്ള പോലെ തോന്നുന്നുണ്ടോ? ഒട്ടും കോൺഫിഡൻസ് ഉണ്ടാവില്ല. ആ ലൈനിൽ അവർ ഇനി പോവും എന്ന് ഞാൻ കരുതുന്നുമില്ല. ഉള്ള വോട്ട് കൂടി ലൂസ് ചെയ്യും. അതിൻ്റെ ബെനിഫിഷ്യറി BJP ആയിരിക്കും. ഒരു സംശയവും വേണ്ട.